നമുക്ക് ബാലിന്റെ ഗോമതിയുടെ വരാൻ പോകുന്ന ദിവസങ്ങളെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് മീനാക്ഷി നിരപരാധിയാണ്. അച്യുതനും അലോകും ഒക്കെ ചേർന്നിട്ടാണ് ഈ നാടകം കളിച്ചതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ബാലനും ആകാശിനും ആരിനും ഒക്കെ വെറുതെ ഇരിക്കാൻ പറ്റിയില്ല. മീനാക്ഷിയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവര് നേരെ അലോകിനെ അച്യുതനെയൊക്കെ കാണാനായിട്ട് അങ്ങ് ചെല്ലുന്നുണ്ട്. അപ്പൊ അവര് മില്ലിലുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കിട്ടി. ഈ സമയത്ത് ആകാശ് പറഞ്ഞു, ഒരു കാരണവശാലും വെറുതെ പോകാൻ സമ്മതിക്കരുത്. കാലും കൈയും വേണേ തല്ലി ഒടിച്ചിടണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, കൈയും കാലും ഒക്കെ തല്ലി ഒടിക്കുന്ന കൊള്ളാം, കടും കൈ ഒന്നും ചെയ്തേക്കല്ലെന്ന് പറഞ്ഞു. കൊടുക്കാനുള്ള നമ്മൾ എന്താളും കൊടുത്തിരിക്കും. അവന്മാർ ചെയ്ത തെണ്ടിത്തരത്തിനുള്ള പണി നമ്മൾ ഉറപ്പായിട്ടും കൊടുത്തിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ധർമ്മനും ആരിനും ആകാശവും ആരെല്ലാരും കൂടെയാണ് മില്ലിലേക്ക് ചെല്ലുന്നത്. ആ സമയത്ത് അച്യുതൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസ് പിടിച്ചെന്നും ബിനുവിനെ പോലീസ് പിടിച്ചെന്നും അയാളിപ്പോ പോലീസ് കസ്റ്റഡിയിലാന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പൊ അലോകും അച്യുതനും കൂടെ ചേർന്നിട്ടാണ് ഈ പ്ലാനുകളും കാര്യങ്ങളൊക്കെ നടത്തിയത്. അലോകിനോട് അച്യുതൻ പറഞ്ഞു, എടാ ദേവമംഗലംകാർ വെറുതെ ഇരിക്കും തോന്നില്ല, അവര് മിക്കവാറും നമ്മളെ തല്ലാനായിട്ട് വരുമെന്ന് പറഞ്ഞു. അലോക് പറഞ്ഞു, വരട്ടെ, ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, ഒന്നിനെയും വെറുതെ വിടല്ല അച്ഛാന്ന് പറഞ്ഞു. എടാ നിനക്ക് പിടിച്ചിരിക്കാൻ പറ്റുന്നുള്ള ഉറപ്പുണ്ടോ? അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ പിന്നെ നമ്മളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടും എന്നുള്ള കാര്യം ഉറപ്പാ. മീനാക്ഷിയുടെ കാര്യം വന്നപ്പോ തന്നെ അമ്മ ചോദിച്ചായിരുന്നു, ഇതിനകത്ത് എന്തെങ്കിലും പങ്ക് നമുക്ക് ഉണ്ടോന്ന്. ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയത്. പക്ഷെ ഇനി അമ്മ സഹിക്കും തോന്നില്ലെന്ന് പറഞ്ഞു. പോകാൻ പറ അച്ഛമ്മയോട്, അല്ലെങ്കിലും അച്ഛമ്മ എപ്പോഴും നെഗറ്റീവായിട്ടിരിക്കും. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുമോ അച്ഛാ? ഇതങ്ങനെ വെറുതെ വിടാനായിട്ട് ഞാനും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് അവന്മാര്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനുമാണ് ആകാശും ആരനും ബാലിനും ഒക്കെ അങ്ങോട്ട് ചെല്ലുന്നേ. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശരിക്കും അച്യുതനും അലോക് ഭയന്നു പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ബാലനാണ് അങ്ങോട്ട് ചെല്ലുന്നേ. ബാലൻ ചെന്നിട്ട് അച്യുതനെ നേർക്ക് നേരെ ഒന്ന് പറയാൻ തുടങ്ങി. എടാ ആണുങ്ങളാണ് നേർക്ക് നേരെ ഒന്ന് പൊരുത്തണം, അല്ലാതെ ഒളിപ്പോര് നടത്തുമല്ല ചെയ്യണ്ടേ. എടാ ദേവമംഗലംകാരോട് ദേഷ്യം വായിച്ചും വൈരാഗ്യം ഉണ്ടെങ്കിൽ ആ നേരിട്ട് തീർക്കണം, അല്ലാതെ ജോലി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്യണ്ടേ. പാവപ്പെട്ട ഒരു പെങ്കൊച്ചിനെ കുടിക്കിട്ട് നിനക്കൊക്കെ എന്ത് കിട്ടിയടാന്ന് ചോദിച്ചു. എന്നും പറഞ്ഞിട്ട് അച്യുതന്റെ കോളറിന് അങ്ങോട്ട് കയറി കുത്തിപ്പിടിച്ചു. ഈ സമയം ധർമ്മം പറഞ്ഞു, എന്നാലും എന്റെ ചേട്ടാ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ഇത്ര തരം താണ കളികള് കളിക്കുമ്പോ ഇച്ചിരി ഡീസന്റ് ആയിട്ടുള്ള കളികൾ കളിക്കണ്ടേന്ന് ചോദിച്ചു. അലോക് പറഞ്ഞു, മാമൻ ഈ കാര്യത്തിൽ ഇടപെടാന്ന് പറഞ്ഞു. അല്ല മാമനല്ല, ചെറിയച്ഛൻ ഈ കാര്യത്തിൽ ഇടപെടാന്ന് പറഞ്ഞു. ഈ ഇടപെടണ്ടെന്നോ, നീ എന്താടാ പറഞ്ഞെന്ന് ചോദിച്ചാൽ അലോക് ഇട്ടോ ഒറ്റ അടിയായിരുന്നു ആ കർണം തീർത്ത് ധർമ്മന്. പിന്നീട് അച്യുതനെയൊക്കെ എടുത്തിട്ട് അടിക്കുന്നുണ്ട് ബാലന്. ഒടുവിൽ അച്യുതനെ എന്ത് ചെയ്തു, ബാലനെ പിടിച്ചൊരു തള്ളുവാണ്. ബാലൻ ആ നിലത്തേക്ക് കമന്നടിച്ച് വീണു. ഇത് കണ്ടോണ്ട് ആരിനും അങ്ങോട്ട് പാഞ്ഞു തന്നു. പിന്നെ അച്യുതനിട്ട് ആരിനും കൊടുത്തു. ഇത്രയും നാള് അങ്ങനെ പ്രായത്തിന് ഒരു ബഹുമാനം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പൊ അത് വേണ്ടല്ലോ. തന്റെ അച്ഛനെ പിടിച്ച് തള്ളിയിട്ടുണ്ടെ പിന്നെ താൻ ആരാന്ന് നോക്കത്തില്ല. പിന്നെ അവിടെ ഒരു യുദ്ധം തന്നെയാണ് നടന്നത്. ഒടുവിൽ തല്ലുകൊണ്ട് അച്യുതനും അലോകൊക്കെ ഒരു പരുവായി. പിന്നീട് ഹരിൻ ചോദിച്ചു, സത്യം പറയടാ, ആരാടാ ഇതിന്റെ പിന്നില്, നിന്റെ അച്ഛനാണോ നീയാണോന്ന് ചോദിച്ചു. ഒടുവിൽ അലോക് സത്യങ്ങളൊക്കെ പറഞ്ഞ്, ഞാനാണ് ഏർപ്പാടാക്കിയത്, അയാൾ ആ ബിനുവിനെ ഏർപ്പാടാക്കി വിട്ട ഞാനാണ്, എന്റെ ബുദ്ധിയാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വരട്ടെ, നിന്റെ ബുദ്ധിയല്ലേ. പിന്നീട് ആകാശിനോട് പറഞ്ഞു, ആകാശേട്ടാ മീനാക്ഷി അച്ഛനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ മീനുവിനെ വിളിച്ചു. മീനുവിനെ വിളിച്ച് ലൗഡ് സ്പീക്കർ ഇടുവാണ് ഫോണ്. പിന്നീട് ആര്യം പറഞ്ഞു, മാപ്പ് പറയടാ, മീനാക്ഷിയോട് മാപ്പ് പറയാൻ പറഞ്ഞു. അലോകിന് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്, നിന്നോടാ പറഞ്ഞ മാപ്പ് പറയാനായിട്ട്. അങ്ങനെ ഒടുവില് മാപ്പ് പറയുന്നുണ്ട്. ഈ സമയത്ത് ആരും നാളെ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അന്ന് നീ വീട്ടിൽ വന്ന സമയത്ത് മരിക്കാതെ നീ പോന്ന നിന്റെ ഭാഗ്യം കൊണ്ട് അന്ന് നീ തീർന്നു പോകണ്ടായിരുന്നു. വീട്ടിൽ കയറിയ സമയത്ത് അന്ന് ഞങ്ങൾ ഓങ്ങി വെച്ചാ, പക്ഷേങ്കില് അച്ഛൻ പറഞ്ഞുകൊണ്ട് മാത്രം ഒന്നും ചെയ്യാതിരുന്നേ. ഇനി അങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കാര്യമല്ലടാ. മേലാൽ ആ വീടിന്റെ പരിസരത്ത് കണ്ടാണ്ടല്ലോ, നിന്നെ ഞങ്ങൾ വെറുതെ വെച്ചേക്കലെന്ന് പറഞ്ഞു. ഇത് അവസാനത്താക്കിയതാ അച്ഛനും മോനും ഒക്കെ ഉള്ള. ഇനി ഇതുപോലത്തെ നാടകം കളിച്ചുകൊണ്ട് വരാനാ ബഹവെങ്കില് ഇതേ വീട്ടിലുള്ളവരോട് പറഞ്ഞിട്ടേ ഇറങ്ങാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയും കൂടെ കൊടുത്തു. എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല അലോകിന് അച്യുതനും ഒക്കെ. അങ്ങനെ അവരെ പഞ്ഞിക്കിട്ടിട്ടാണ് ബാലനും ആരിനും ആകാശമൊക്കെ വീട്ടിലേക്ക് വരുന്നത്. അവര് വന്നു കഴിഞ്ഞപ്പോ തന്നെ ഗോമതിക്ക് മനസ്സിലായ കാര്യങ്ങള്. രണ്ടെണ്ണം കൊടുത്തിട്ടാ വരുന്നതെന്നുള്ള കൃഷ്ണമംഗലംകാർക്കിട്ട്. പിന്നീട് ഗോമതി ചോദിച്ചു കഴിഞ്ഞപ്പം ബാലൻ പറഞ്ഞു, കൊടുക്കേണ്ട നമ്മൾ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം ഗോമതി, ഇനി അത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം ഇത്രയും നാളെ നമ്മള് കൂടുതലായിട്ടൊന്നും പ്രതികരിക്കാൻ പോയില്ല. പക്ഷേങ്കില് മീനുവിനെ ഉപദ്രവിച്ചാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഒരു കാരണവശാലും ഇല്ലെന്ന് പറഞ്ഞു. ഇനി എന്താണെങ്കിലും ആ ലോകം അച്ഛനൊന്നും തലപൊക്കാൻ പോകത്തില്ല എന്ന് പറഞ്ഞു. ഗോമതിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊക്കെയുള്ളേ. എന്താണെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ലാതെ 1-2 ദിവസം അങ്ങോട്ട് കടന്നു പോവാണ്. അലോകിനോ അച്ഛനോ ഒക്കെ പുറത്തിറങ്ങാൻ പോലും പറ്റില്ലായിരുന്നു.
അത്രയ്ക്ക് വയ്യായികയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഒന്ന് ഭേദമായി വരുന്നുണ്ടായിരുന്നുള്ളൂ. ഈ സമയത്ത് അനുവിന്റെ വിവാഹം നടത്താൻ തന്നെ ബാലൻ തീരുമാനിച്ചു. കാരണം ഇതിനു മുമ്പ് ഒരു നല്ല ബന്ധം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനിപ്പം അമാന്തിച്ചുകൂടാ. അവര് വന്ന് കാണട്ടെ, കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാം സെറ്റായി പോട്ടെ. എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം, നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. അങ്ങനെ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായി. അനുവിന്റെ കല്യാണം നടത്താം, ചെക്കൻ വന്ന് കണ്ടിട്ട് പോട്ടെ എന്നൊക്കെ രീതിയിലായിരുന്നു. ഒടുവില് ചെറുക്കൻ വന്ന് കാണുന്ന കാര്യങ്ങളൊക്കെ സുകന്യ അറിഞ്ഞു. സുകന്യക്ക് ഇതെങ്ങനെ കൃഷ്ണമംഗലത്തൊന്ന് അറിയിക്കണം. പിന്നീട് സുകന്യ കൃഷ്ണമംഗലത്തേക്ക് ചെല്ലുന്നുണ്ട്. കൃഷ്ണമംഗലത്തിൽ നിന്ന് അച്യുതനോടും രാജസിനോടുമാണ് കാര്യം പറയുന്നത്. അതെ, അനുവിന്റെ കല്യാണമാ. ചെറുക്കനെ കണ്ട് ബാലേണ്ണൊക്കെ ഇഷ്ടപ്പെട്ട. ചെറുക്കൻ വന്ന് പെണ്ണിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ കല്യാണം കാണുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ രാജശ്രീ പറഞ്ഞു, ഒരു കാരണവശാൽ ഈ കല്യാണം നടക്കല്ലേ സുകന്യ എന്ന് പറഞ്ഞു. നടക്കല്ലെന്ന് പറഞ്ഞു. അതെങ്ങനെ നടക്കാതിരിക്കുമെന്ന് ചോദിച്ചു. നടക്കരുത് എന്ന് അച്യുതൻ പറഞ്ഞു. എന്റെ മോന്റെ വിവാഹം ഇതുവരെയായിട്ട് നടന്നിട്ടില്ല, അതിനേക്കാൾ ഉപരി പ്രതികാരം ചെയ്യാൻ പറ്റിയ സമയമാന്ന് പറഞ്ഞു. രാജശ്രീ പറഞ്ഞു, അതെ, ആ മില്ലിലിട്ട് അലോകിനെ അച്യുതേട്ടനെയൊക്കെ തല്ലി ചതച്ചാണ് ഈ ബാലന്റെ മക്കളും കൂടെ. അപ്പൊ പിന്നെ നമ്മൾ അവരെ വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. പക അത് വീട്ടാനുള്ളതെന്ന് പറഞ്ഞു. ഇത് കിട്ടിയ അവസരം, നമുക്ക് അവളുടെ കല്യാണം അങ്ങോട്ട് മുടക്കണമെന്ന് പറഞ്ഞു അനുവിന്റെ. അത് കേട്ടപ്പോൾ സുകന്യ പറഞ്ഞു, അതൊക്കെ നടക്കുന്ന കാര്യമാണ് രാജശ്രീച്ചേ, എന്താ നടന്നുകൂടാത്തെ? ഉറപ്പായിട്ടും നടത്തണം. ഈ വിവാഹം അങ്ങോട്ട് മുടക്കണമെന്ന് പറഞ്ഞു. വിവാഹം മുടക്കിയാൽ മാത്രമേ എനിക്കൊരു സമാധാനം ആവത്തുള്ളൂ. അവളുടെ വിവാഹം നടക്കരുത്. അവളുടെ വിവാഹം നടക്കുന്ന അലോകുമായിട്ടായിരിക്കണം. ദേവമംഗലത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതികാരം എന്ന് പറഞ്ഞാൽ അനുവിനെ കല്യാണം കഴിച്ച് അലോക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാ. അതിലിപ്പോൾ ഒരു അടി ദേവമംഗലങ്ങൾക്ക് കിട്ടാൻ കാണത്തില്ലെന്ന് പറഞ്ഞു. സുകന്യ പറഞ്ഞു, പിന്നൊരു കാര്യം, അതിനവർ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് സമ്മതിക്കില്ല? ഉറപ്പായിട്ട് സമ്മതിക്കും, സമ്മതിക്കാതിരിക്കത്തൊന്നുമില്ല. അങ്ങനെ ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. സുകന്യക്ക് മനസ്സിൽ രണ്ടും കൽപ്പിച്ചാന്ന്. ഈ സമയത്ത് അച്യുതൻ ചോദിച്ചു, നിന്റെ മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോയെന്ന് ചോദിച്ചു. സുകന്യ പറഞ്ഞു, പ്ലാനൊക്കെ ഉണ്ട്, പക്ഷെ അത് വർക്കാവണമെങ്കിൽ ഇത്തിരി പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എന്ത്? അതൊക്കെ ഞാൻ പറയാം. അല്ല, ഈ കല്യാണം മുടക്കുവാണെങ്കിൽ അതുകൊണ്ട് എനിക്കെന്താ ലാഭം എന്ന് ചോദിച്ചു. രാജശ്രീ പറഞ്ഞു, നിനക്കെന്താ ലാഭം എന്ന് ചോദിച്ചാൽ നീ പറയുന്നത് എന്തും തരുമെന്ന് പറഞ്ഞു. ആണോ? അങ്ങനെ 5 ലക്ഷം രൂപ എനിക്ക് തട്ടെ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. അലോകിന്റെ അനുവിന്റെ കല്യാണം നമുക്ക് നടത്താന്ന് പറഞ്ഞു. 5 ലക്ഷം രൂപയോ? കാരണം ഉദയഭാനന് 5 ലക്ഷം രൂപ കൂടെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവള് സുകന്യ. അങ്ങനെയാണെങ്കിൽ അതിനുള്ള അതിനുള്ള ഒരു സോഴ്സ് ആണല്ലോ ഇത്. അത് കേട്ടപ്പോൾ അച്യുതൻ പറഞ്ഞു, 5 ലക്ഷം രൂപ നിനക്ക് തരാനോ? അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ലെങ്കിൽ വേണ്ട, കല്യാണം മുടങ്ങണേ മതി എന്ന് പറഞ്ഞു. ഒടുവില് രാജശ്രീ ഇവിടെ നോക്കട്ടെ സുകന്യ, നീ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ദേവമംഗലത്ത് ആരും അറിയുന്നുണ്ടായിരുന്നില്ല. ഈ കല്യാണം മുടക്കാനായിട്ട് ഉറപ്പായിട്ട് ശ്രമിക്കും എന്നുള്ള കാര്യം അറിയാം. ഇതിനു മുമ്പും ധർമ്മന്റെ കല്യാണം മുടക്കാനായിട്ട് അവർ മുൻപന്തി നിന്നൊരാളോ. ഇനി പ്രത്യേകിച്ച് അനുവിന്റെ വിവാഹം എങ്ങനെയെങ്കിലും അവർ മുടക്കാൻ ശ്രമിക്കും. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനെയും വെറുതെ വിടില്ലെന്ന് നേരത്തെ തന്നെ ആര്യന് ബാലനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനിടയ്ക്ക് തടസ്സം പിടിക്കാൻ വന്നേക്കരുത്. എങ്ങാനും അനുവിന്റെ വിവാഹം മുടക്കാനായിട്ട് അലോകോ അല്ലെങ്കിൽ അച്യുതൻ എന്ന് പറയുന്ന അയാളെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വെറുതെ ഒന്നിനെ ഞാൻ വിടത്തില്ല എന്നൊക്കെ പറഞ്ഞു. ആര്യൻ നല്ല ദേഷ്യത്തിലായിരുന്നു. ബാലനറിയാം തന്നെ പോലെയല്ല തന്റെ മക്കള് വെട്ടൊന്നും മുറിയണ്ടെന്നുള്ള ഒരു സ്വഭാവം കാര്യങ്ങളൊക്കെയാണ്. ഈ സമയം ആകാശം മീനാക്ഷി നമ്മളുടെ പ്രശ്നങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അവരുന്ന് മീനാക്ഷിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം താൻ ആകാശിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ ആകാശിനോട് തന്നോട് ദേഷ്യം ഉണ്ടോന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും ദേവമംഗലത്ത് സന്തോഷം വരുവാണ്. അപ്പൊ ആ പഴയ സന്തോഷം വീണ്ടും വന്നു. പക്ഷെ ദേവിക്കാണ് ഏറ്റവും കൂടുതൽ സങ്കടമായത്. എത്ര നാൾ ഇവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അനുവിന്റെ കല്യാണം വരെ താൻ ഇവിടെ ഉണ്ടാവുമോ, അതിനുമുമ്പ് ആനന്ദേട്ടൻ തന്നെ അടിച്ചിറക്കുമോ എന്നൊരു പേടിയായിരുന്നു. സത്യങ്ങളൊക്കെ ഏത് നിമിഷം വെള്ളം മറന്നീക്കി പുറത്തു വരാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഉറപ്പായിട്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കും. പക്ഷെ അതിനു മുമ്പ് തനിക്ക് സത്യങ്ങളൊക്കെ ഇവിടെ തുറന്നു പറയണം. ഇനി ഇത് മറച്ചു വെക്കാൻ പറ്റില്ല എന്നൊക്കെ ശ്രീദേവി ഒരു തീരുമാനം എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. കല്യാണം മുടക്കാൻ അവർ ശ്രമിച്ചാലും അതൊന്നും നടക്കത്തൊന്നുമില്ല. അങ്ങനെ ഇങ്ങനെ അവര് കല്യാണം കൂടെ മുടക്കിയെന്ന് പറഞ്ഞാൽ പിന്നെ ബാലിനെ അവർ ജീവനോടെ വെച്ചേക്കില്ല. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.